വെൽക്കം ടു സാവൂസ് കിഡ്സ് കളക്ഷൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 വയസ്സായ ഒരു കുട്ടിക്ക് പ്രിൻസസ് കട്ട് ഫ്രോക്ക് തയ്ക്കുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ 1 മീറ്റർ കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ലൈനിങ്ങിനായിട്ട് കോട്ടൺ തുണിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് 4 ആക്കി ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കാം. ഞാനിതിന് ഇറക്കം എടുക്കുന്നത് 21 ഇഞ്ചാണ്. ഇനി ഞാൻ ഷോൾഡർ 5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ആം ഹോള് 5.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ചെസ്റ്റ് വണ്ണം എടുക്കുന്നത് 8 ഇഞ്ചാണ്. വേസ്റ്റ് വണ്ണം 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. താഴെ വിഡ്ത്ത് എത്രയാണ് കിട്ടുന്നത് അത്രയും ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു ഇഞ്ച് ഞാൻ താഴെ നിന്നും മേലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് താഴ്ഭാഗം തൂങ്ങിപ്പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വരച്ച് യോജിപ്പിച്ചെടുക്കാം. ഇനി ആം ഹോള് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഞാൻ നെക്കിന് വിഡ്ത്ത് എടുക്കുന്നത് 2 ഇഞ്ചാണ്. ലെങ്ത്ത് കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. ഒരു ഫ്രണ്ട് നെക്ക് ഞാനിതുപോലെ വി നെക്കായിട്ടാണ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിലെ ബാക്ക് പാർട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലെ ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്യാനായിട്ട് ഷോൾഡറിൽ നിന്നും 7 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. നമുക്കതിന് ലെങ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ് ഇവിടുന്ന് ലെങ്ത്ത് നമുക്ക് വേണ്ടത്. ഇനി നമ്മുടെ ആം ഹോളിൻ്റെ പകുതി കാണുക. എന്നിട്ട് ആം ഹോളിൻ്റെ ആ ഒരു സെൻറ്ററിൽ നിന്ന് ഇവിടേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിതുപോലെ തന്നെ താഴത്തെയും സെൻറ്റർ കാണാം. ടോട്ടൽ വിഡ്ത്തിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്താം. അതിതുപോലെ നമുക്ക് അവിടേക്ക് വരച്ച് യോജിപ്പിക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് കട്ട് ചെയ്ത് കിട്ടുന്നത്. ഇനി നമ്മളിത് ഈ പീസ് ഇവിടെ വെച്ച് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബാക്കിൽ നെക്കിന് വിഡ്ത്ത് 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ലെങ്ത്ത് ഞാൻ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഒരു റൗണ്ട് നെക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ബാക്കിൽ ഹുക്കാണ് വെക്കുന്നത്. അതിനായിട്ട് 2.5 ഇഞ്ച് ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ ഞാനൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ലൈനിങ് ക്ലോത്ത് ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് താഴെ ഫ്രില്ല് വയ്ക്കാനായിട്ട് ബാക്കിയുള്ള തുണിയിൽ നിന്നും ഒരു 4 ഇഞ്ച് വീതിയിൽ ഞാൻ ഫ്രില്ല് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രില്ല് വയ്ക്കാനായിട്ടുള്ള തുണികൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ 3 പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ സ്ലീവിന് ബട്ടർഫ്ലൈ സ്ലീവാണ് ചെയ്യുന്നത്. അതിനായിട്ട് 2 ഇഞ്ച് വീതിയിലാണ് സ്ലീവിന് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. 19 ഇഞ്ച് നീളമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ ഇതുപോലെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്ക് ആ സ്ലീവിൻ്റെ ഒരു ഷേപ്പ് ഏകദേശം കിട്ടുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്ച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ 2 ഭാഗവും തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. താഴെ ഇതുപോലെ നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് നെക്ക് തയ്ച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കും വേണം.
ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് നെക്കും തയ്ച്ചെടുക്കാം. ബാക്ക് നെക്കിന് കട്ടിങ് എത്രയാണ് അളവിലുള്ളത് അത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ബാക്ക് നെക്കും ഇതുപോലെ തയ്ച്ച് മറിച്ചടിക്കാം. ഇനി നമുക്ക് ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നെക്ക് പതിച്ച് തയ്ക്കാം. ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒക്കെ വയ്ക്കാനുള്ള ഭാഗം ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുകളിലൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം. ഇനി നമുക്ക് സ്ലീവ് വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന ആ ഒരു ക്ലോത്തിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അതുപോലെ അരികൊക്കെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം. പ്ലീറ്റ്സ് ഇട്ട് എടുക്കുമ്പോൾ ഒരു 2 ഇഞ്ച് വിട്ടിട്ട് വേണം പ്ലീറ്റ്സ് ഇട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ 2 എണ്ണം ഞാൻ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് മുകൾ ഭാഗത്തൊന്ന് പതിച്ച് തയ്ക്കുന്നുണ്ട്. ഒന്ന് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ 2 സ്ലീവ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗം ഫ്രില്ല് വെക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ജോയിൻ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രില്ല് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ കുറച്ച് ഭാഗം ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തയ്ച്ചെടുത്താൽ മതിയാവും. ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.